الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور. نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان والأخوات، أوصيكم ونفسي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിച്ചു, ഭയപ്പെടേണ്ട വണ്ണം ഭയപ്പെട്ടു, തഖ്വയുടെ താല്പര്യത്തിനനുസരിച്ച് ജീവിത ഇടപാടുകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളേവരെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലാഹുവിന്റെ വഴിയിൽ ജീവിത അവസാനം വരെ നിലനിന്നു പോകാൻ, അവസാനം ഈ ലോകത്ത് വിട പറയുന്നത് കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ടാവാൻ, നാളെ അംബിയ മുർസലുകളോടും സിദ്ദീഖീങ്ങളോടും ശുഹദാക്കളോടും ഒപ്പം അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആദരണീയമായ മുഹറം മാസം അതിൻ്റെ പകുതി പിന്നിട്ട സാഹചര്യത്തിലാണ് അല്ലാഹുവിന്റെ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹുവിന്റെ ഔദാര്യമായി ലഭിച്ച നമ്മുടെ ജീവിതം, ഈ ജീവിതം കൊണ്ട് എന്താണ് നമുക്ക് സാധിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചും, നമ്മുടെ ആയുസ് ഈ ദുനിയാവിൽ എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത് എന്നതിനെ കുറിച്ചുമൊക്കെ പ്രപഞ്ചനാഥൻ തന്നെ അവന്റെ പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കുകയും ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്ന വിധം പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുരക്ഷിതമായി നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതം പടച്ചവന്റെ വഴിയിൽ അല്ലാഹു തൃപ്തിപ്പെട്ട മാർഗത്തിൽ തന്നെ മുന്നോട്ട് പോകണം. അങ്ങനെ
പടച്ചവന്റെ സ്വർഗത്തിൽ ഒരിടം ലഭിക്കണം. ലാ യസ്തവി അസ്ഹാബുൻ നാരി വ അസ്ഹാബുൽ ജന്ന. നരകാവകാശികളും സ്വർഗാവകാശികളും തുല്യരാവുകയില്ല. അസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഫായിസൂൻ. സ്വർഗാവകാശികൾ തന്നെയാണ് വിജയം വരിക്കുന്നവർ. ആ സ്വർഗാവകാശികളിൽ ഉൾപ്പെടാൻ പടച്ചവൻ നൽകിയ ആയുസ്സും ആരോഗ്യവും സമയവും സമ്പത്തും റബ്ബിന്റെ മറ്റ് അനുഗ്രഹങ്ങളുമൊക്കെ എങ്ങനെ വിനിയോഗിച്ചാലാണ് സാധ്യമാവുക എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി മാർഗദർശനം നൽകപ്പെട്ട ഒരു ദീനിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. നമ്മളെല്ലാ ദിവസവും പടച്ചവനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ നേട്ടവും അത് തന്നെയാണ്. പടച്ചവൻ തൃപ്തിപ്പെടുന്ന വഴിയിൽ തന്നെ ജീവിതം നിലനിന്നു പോകണം. റബ്ബിന്റെ റിള നേടിയ അവസ്ഥയിൽ ഈ ഐഹിക ജീവിതത്തോട് വിട പറയണം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ദുആ എന്നുകൂടി അറിയപ്പെടുന്ന ആ അധ്യായത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷമായി നമ്മൾ അല്ലാഹുവിനോട് നിരന്തരം ദിനേന ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. പടച്ചവനെ, നീ ഞങ്ങളെ നിന്റെ നേരായ വഴിയിലൂടെ തന്നെ മുന്നോട്ട് നയിക്കണം. ആ നേരായ വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ്, ആ നേരായ പാതയിൽ തന്നെ നിലനിന്നു പോകുന്നിടത്താണ് നമ്മുടെ സ്വർഗം സാധ്യമാകുന്നത്. അങ്ങനെ അള്ളാഹുവിനോട് നമ്മൾ അവന്റെ നേരായ മാർഗം നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പടച്ച റബ്ബ് ആ നേരായ വഴിയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ, നേരായ വഴിയിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു വെച്ച നിബന്ധനകൾ, നമ്മുടെ മേൽ ചുമത്തിയ ബാധ്യതകൾ എന്തെന്നുകൂടി അറിയുക എന്നത് വളരെ പ്രധാനമാണ്. കാരണം കർമ്മത്തോടൊപ്പമുള്ള പ്രാർത്ഥനയാണല്ലോ ലക്ഷ്യത്തിലെത്തുക. പ്രാർത്ഥനകളെ പ്രവർത്തനം കൊണ്ട് സാധൂകരിക്കുന്ന ദീനിലാണല്ലോ നമ്മൾ ഉള്ളത്. പ്രവർത്തനത്തോടൊപ്പമുള്ള പ്രാർത്ഥന. പരിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ചാൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ 114 അധ്യായങ്ങളിലായി 6234ഓളം ആയത്തുകളിൽ നമ്മൾ പരിശോധിച്ചാൽ 30-ലധികം തവണ സിറാത്തുൽ മുസ്തഖീമുമായ പരാമർശങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ എല്ലാ ദിവസവും പതിവായി ചുരുങ്ങിയത് 17 തവണയെങ്കിലും പടച്ചവനോട് ഞങ്ങളെ നിന്റെ സിറാത്തുൽ മുസ്തഖീമിലൂടെ വഴി നടത്തണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ആ സിറാത്തുൽ മുസ്തഖീമിലൂടെ മുന്നോട്ട് പോകാൻ അല്ലാഹു വെച്ച നിബന്ധനകൾ, പടച്ചവൻ നമ്മുടെ മേൽ ചുമത്തിയ ബാധ്യതകൾ എന്തൊക്കെയെന്ന് അറിയുക എന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. കേവലം അറിയലിൽ മാത്രം പരിമിതപ്പെടുത്താതെ അല്ലാഹു വെച്ച ആ നിബന്ധനകളും നിർദ്ദേശങ്ങളും കൽപ്പനകളും പാലിച്ചുകൊണ്ട് തന്നെയാണോ ഞാനും നിങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അഥവാ സ്വർഗപാതയിൽ തന്നെയാണോ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് സ്വയം വിലയിരുത്താനും തിരുത്തേണ്ട വശങ്ങളുണ്ടെങ്കിൽ തിരുത്താനും ഏറ്റവും അനുയോജ്യമായ സന്ദർഭം തന്നെയാണിത്. കാരണം ഒരു പുതിയ വർഷത്തേക്ക് മുസ്ലിം ലോകം പ്രവേശിച്ച് അതിന്റെ ആദ്യ പകുതി പിന്നിട്ടതേയുള്ളൂ. ആത്മപരിശോധനയുടെയും ആത്മവിചാരണയുടെയും ഫലമായി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ നമ്മുടെ ആയുസ് കൊണ്ട് നമുക്ക് നേടേണ്ട സ്വർഗം നേടിയെടുക്കാൻ കഴിയുമോ എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയണം. പാളിച്ചകളുണ്ടെങ്കിൽ തിരുത്താൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് അൻആം ഒരൽപ്പം ദൈർഘ്യമുള്ള അധ്യായമാണ്. ആ സൂറത്തുൽ അൻആമിലെ 2 ആയത്തുകളിൽ 151, 152 ആയത്തുകളിൽ സാമാന്യം ദീർഘിച്ച ആയത്തുകളാണ്. എന്താണ് സിറാത്തുൽ മുസ്തഖീം? എങ്ങനെയാണ് സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിക്കാൻ ഒരടിമ യോഗ്യനായി തീരുന്നത് എന്നതിനെ സംബന്ധിച്ച് 2 ആയത്തുകളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഖുൽ തആലൂ
പ്രവാചകരെ അവരോട് പറയുക, വരുവിൻ, അത്ലുമാ ഹറമ റബ്ബുക്കും അലൈക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ മേൽ ചുമത്തിയ ബാധ്യതകൾ എന്തൊക്കെയെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പ്രവാചകരെ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 151 ആയത്തിൽ 5 കാര്യങ്ങളും 152 ആയത്തിൽ 4 കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ 5ഉം 4ഉം 9 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് തൊട്ടടുത്ത ആയത്തിൽ 153 ആയത്തിൽ അല്ലാഹു പറയുകയാണ്, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, നിശ്ചയമായും ഇതാണ് എന്റെ സിറാത്തുൽ മുസ്തഖീം, ഇതാണ് എന്റെ നേരായ മാർഗം, ഫത്തബിഊഹു, അതുകൊണ്ട് ആ പാതയിൽ തന്നെ നിങ്ങൾ നിലനിന്ന് പോകണം, ആ മാർഗത്തിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. വലാ തത്തബിഉ സുബുല ഫതഫറഖ ബികും അൻ സബീലിഹി, ഇതല്ലാത്ത വഴികളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകരുത്. ഈ വഴി മാറി നിങ്ങൾ സഞ്ചരിച്ചാൽ നിങ്ങൾ എന്റെ പാതയിൽ നിന്ന് ഫതഫറഖ ബികും അൻ സബീലിഹി, എന്റെ വഴിയിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ വ്യതിചലിപ്പിച്ചുകൊണ്ട് നിങ്ങളെ ശിഥിലീകരിക്കും. ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തത്തഖൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുന്ന ഈ വസിയത്ത് ചെറിയ കാര്യമല്ല. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാകാൻ, നിങ്ങൾ മുത്തഖികളും മുഅ്മിനുകളുമായി തീരാൻ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വസിയത്താണിത്. 3 ആയത്തുകൾ അവസാനിപ്പിക്കുന്നതും അങ്ങനെയാണ്. ഈ 151, 152, 153 3 ആയത്തുകളുടെയും അവസാനം അല്ലാഹു പറയുന്നത് ഇത് പടച്ചവന്റെ വസിയത്താണ്. 151 ആയത്തിൽ മനുഷ്യൻ പുലർത്തേണ്ടതായ 5 നിബന്ധനകളെ കുറിച്ച് പറഞ്ഞിട്ട് അതിന്റെ അവസാനം ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തഅഖിലൂൻ, ഇത് നിങ്ങൾക്കുള്ള അല്ലാഹുവിന്റെ വസിയത്താണ്. ലഅല്ലകും തഅഖിലൂൻ, നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് കാര്യം ഗ്രഹിക്കുക, മനസ്സിലാക്കാൻ. 52 ആയത്ത് അവസാനിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ദാലികും വസ്സാകും ബിഹി, 4 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കുന്നത് ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തദക്കറൂൻ, ഇത് അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന വസിയത്താണ്. നിങ്ങൾ ഉത്ബുദ്ധരാകാൻ, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ. അവസാനത്തെ 153 ആയത്തിൽ അള്ളാഹു അവസാനിപ്പിക്കുന്നത് ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളായി തീരാൻ പടച്ചവന്റെ ഭാഗത്തുനിന്നുള്ള വസിയത്താണിത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ആ 9 കാര്യങ്ങളെ നമ്മൾ പരിശോധിച്ചാൽ മനുഷ്യൻ തന്റെ വ്യക്തി ജീവിതത്തിലും തന്റെ കുടുംബ രംഗത്തും മനുഷ്യന്റെ സാമ്പത്തിക ജീവിതത്തിലും സാമൂഹ്യ മേഖലകളിലുമൊക്കെ നമ്മൾ പിന്തുടരേണ്ട, നമ്മൾ മുറുകെ പിടിക്കേണ്ട, നമ്മൾ പിൻപറ്റേണ്ട നിയമനിർദ്ദേശങ്ങളെ കുറിച്ച് വളരെ വിശദമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ പഠിപ്പിച്ചിട്ടുണ്ട്. കേവലം ആരാധനാ ജീവിതത്തെ കുറിച്ച് മാത്രമല്ല, ആ മാർഗത്തെ കുറിച്ചുള്ള വിശദീകരണമാണ് ഈ 2 ആയത്തുകളിൽ. അപ്പൊ സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വിശ്വാസിയും വളരെ അനിവാര്യമായും ആ 9 കാര്യങ്ങളെ കുറിച്ച് വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം, പഠിക്കണം. എന്നിട്ട് നാമും നമ്മുടെ ജീവിതവുമായി നമ്മൾ അതിനെ താരതമ്യം ചെയ്ത് നോക്കണം. വീഴ്ചകളും വിള്ളലുകളും ഉണ്ടെങ്കിൽ തിരുത്തിയും നികത്തിയും മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. പ്രവാചകരെ പറയുക, അവരെ വിളിക്കുക, വരുവിൻ, ഞാൻ വെറുതെ വിളിക്കുന്നതല്ല. തആലൗ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് മേൽ ചുമത്തിയിട്ടുള്ള നിബന്ധനകൾ എന്തൊക്കെയെന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഇത് പറഞ്ഞുകൊണ്ടാണ് അതിന്റെ ആരംഭം. എന്നിട്ട് 1-ാമതായി അല്ലാഹു പറയുന്നു, അല്ലാ തുശ്രികൂ ബിഹി ശൈആ, സിറാത്തുൽ മുസ്തഖീമിലൂടെ ചലിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രഥമമായി നിങ്ങൾ അനുവർത്തിക്കേണ്ടത്, പ്രഥമമായി നിങ്ങൾ പാലിക്കേണ്ട നിബന്ധന അല്ലാ തുശ്രികൂ ബിഹി ശൈആ, പടച്ചവനെ നിങ്ങൾ ഒന്നിലും പങ്കാളികളെ കഴിയരുത്. പടച്ചവൻ ഒരിക്കലും പൊറുക്കാത്ത ഷിർക്കിന്റെ സകലമാന വശങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാൻ കഴിയണം നിങ്ങൾക്ക് സിറാത്തുൽ മുസ്തഖീമിലൂടെ മുന്നോട്ട് പോകാൻ. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, സൂറത്തുൽ നിസാ 48-ാമത്തെ ആയത്ത്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, പടച്ചവനിൽ പങ്കു ചേർക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കാത്ത പാപമാണ്. വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതല്ലാത്ത മനുഷ്യർ ചെയ്യുന്ന ഒരുപാട് തെറ്റുകുറ്റങ്ങളും അബദ്ധങ്ങളും പോരായ്മകളും പാകപ്പിഴവുകളും ഉണ്ട്. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് പടച്ചവൻ പുറത്തു തരും.
പക്ഷെ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നത് അള്ളാഹു പൊറുക്കാത്ത ഭാഗമായി പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ ശിർക്ക് എന്ന് പറയുമ്പോൾ കേവലം അത് വിഗ്രഹാരാധനയെ സംബന്ധിച്ചോ അതല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവർക്ക് പൂജകൾ അർപ്പിക്കുന്നത്, വഴിപാടുകൾ അർപ്പിക്കുന്നത്, നേർച്ചകൾ നേരുന്നത്, അങ്ങനെയുള്ള ഒരു ആരാധനാ മേഖലയിലെ ഒരു ശിർക്കിനെ കുറിച്ച് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊക്കെ ശിർക്കിന്റെ ശകലങ്ങളാണ്. ശിർക്കിന്റെ ശകലങ്ങളുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പടച്ചവന്റെ ദാത്തിൽ, അവന്റെ സത്തയിൽ, അള്ളാഹുവിന്റെ സിഫത്തിൽ അഥവാ അള്ളാഹുവിന്റെ അവകാശങ്ങളിൽ, ഗുണങ്ങളിൽ, അള്ളാഹുവിന്റെ ഹുക്കൂക്ക്, അവന്റെ അധികാരാവകാശങ്ങളിൽ ഇതിലൊന്നിലും പടച്ചവന് പങ്കാളികളെ കൽപ്പിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിന്റെ ഒരു മേഖലയിലും അള്ളാഹുവിന് അവകാശപ്പെട്ട അധികാരാവകാശങ്ങൾ പടച്ചവനല്ലാത്തവർക്ക് വകവെച്ചു കൊടുക്കരുത്. സൂറത്തുൽ ഇഖ്ലാസ് അല്ലേ, ഖുർആനിന്റെ 1/3 എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചതാണ്. അള്ളാഹുവിന്റെ സത്തയെ കുറിച്ച് വളരെ മനോഹരമായി വിശദീകരിച്ച അധ്യായമാണ്. അള്ളാഹു അഹദാണ്. പടച്ചവൻ ലം യലിദ് വലം യൂലദ്, അവൻ ഏകനാണ്. അവൻ ജനിച്ചവനല്ല, ജനിപ്പിച്ചവനുമല്ല, വിട്ടുവീഴ്ചയില്ലാത്ത ആ അള്ളാഹുവിന്റെ വഹദാനിയത്തിനെ ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു ചെറിയ അധ്യായത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇത് ഖുർആനിന്റെ 1/3 സമമാണ് എന്നാണ്. എന്തുകൊണ്ടാണത്? വിട്ടുവീഴ്ചയില്ലാത്ത തൗഹീദിന്റെ ഉജ്ജ്വലമായ പ്രഖ്യാപനമാണ് ആ കൊച്ചു സൂറത്തിൽ എന്നതുകൊണ്ടാണ്. പടച്ചവന്റെ സിഫത്തുകളെ സംബന്ധിച്ച് ഖുർആൻ പരിചയപ്പെടുന്നുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന അല്ലെ, 99 ഗുണവിശേഷങ്ങൾ പടച്ചവന്റേതായിട്ട്. എല്ലാ ന്യൂനതകളിൽ മുക്തനായവൻ, എല്ലാം കാണുന്നവൻ, കേൾക്കുന്നവൻ, അറിയുന്നവൻ തുടങ്ങി പടച്ചവന്റെ ഗുണവിശേഷങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ അധികാരാവകാശങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ, പ്രാർത്ഥന കേൾക്കാനുള്ള അള്ളാഹുവിന്റെ അവകാശം, അഭൗതിക മാർഗത്തിലൂടെ മനുഷ്യന് ആവശ്യങ്ങൾ നിവർത്തിക്കാനുള്ള അവകാശം, ഭാഗ്യവും നിർഭാഗ്യവും ഒക്കെ നിർണയിക്കാനുള്ള അധികാരം എന്ന് മാത്രമല്ല ഹലാൽ ഹറാമുകൾ നിശ്ചയിക്കാനുള്ള അധികാരം, മനുഷ്യനെങ്ങനെ ഭൂമിയിൽ ജീവിക്കണമെന്നുള്ള നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം. ഇങ്ങനെ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതെല്ലാം മേഖലകളുണ്ടോ അവിടങ്ങളിലൊക്കെയും പടച്ചവനുള്ള അധികാരത്തെ, ആ അധികാരത്തിൽ അള്ളാഹു അല്ലാത്ത ഒന്നിനും പങ്കു ചേർക്കാതിരിക്കുക വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടി വരും. ഇതൊക്കെയും അല്ലാഹുവിന് പൂർണ്ണമായി വകവെച്ചു. ശിർക്ക് ജീവിതത്തിന്റെ സകല മേഖലകളിൽ നിന്നും ഉന്മൂലനം ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യന് തൗഹീദിൽ എത്തിച്ചേരാൻ സാധിക്കുക. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം കലിമത്തു തൗഹീദ് തന്നെയാണ് അല്ലെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ അള്ളാഹു നമ്മുടെ ഇലാഹാണ്. പടച്ചവനാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് നമ്മളെയും സൃഷ്ടിച്ചത്. ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ സംവിധാനങ്ങളും അള്ളാഹുവാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പടച്ചവൻ തന്നെയാണ് നമ്മുടെയും സൃഷ്ടാവും റബ്ബും. അത് മാത്രമല്ലല്ലോ, അതിന്റെയൊക്കെ അധികാരം അള്ളാഹുവിന് വകവെച്ചു കൊടുക്കുക എന്നത് മാത്രമല്ല, അള്ളാഹു അല്ലാത്ത മറ്റാർക്കും വകവെച്ചു കൊടുക്കാതിരിക്കുക. അതാണ് ലാ ഇലാഹ. സകലമായ ഇലാഹുകളുടെയും നിരാകരണമാണ്. എല്ലാത്തിനെയും നിരാകരിക്കുകയാണ്. എനിക്ക് കീഴ്പ്പെടാൻ, എനിക്ക് എന്റെ ജീവിതത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിച്ചു തരാൻ, എന്റെ പ്രാർത്ഥനകൾ കേൾക്കാൻ, എന്റെ സങ്കടങ്ങൾ എനിക്ക് സമർപ്പിക്കാൻ, ഇങ്ങനെ തുടങ്ങി ജീവിതവുമായി ബന്ധപ്പെട്ട സകല മേഖലകളിലും പടച്ചവന്റേതല്ലാത്ത എല്ലാ അധികാര അവകാശങ്ങളുടെയും നിരാകരണമാണ് തൗഹീദ്. അള്ളാഹുവിൻ്റെതല്ലാത്ത എല്ലാത്തിൽ നിന്നും കൈയൊഴിഞ്ഞ് ലാ ഇലാഹ എന്നിട്ട് എത്തിച്ചേരണം എവിടെ? ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ശിർക്ക് ജീവിതത്തിന്റെ സകലമായ മേഖലകളിൽ നിന്നും ഉന്മൂലനം ചെയ്യുമ്പോഴേ തൗഹീദിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധ ഖുർആൻ നിങ്ങൾ പരിശോധിച്ചാൽ 6234 ആയത്തുകളിൽ എവിടെയും തൗഹീദ് എന്നൊരു പദം നമുക്ക് കാണുക സാധ്യമല്ല. തൗഹീദ് എന്നൊരു പദം പരിശുദ്ധ ഖുർആനിൽ എവിടെയും നമുക്ക് കാണുക സാധ്യമല്ല. എന്നാൽ ശിർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധാരാളം പരാമർശങ്ങൾ, ധാരാളം പ്രയോഗങ്ങൾ ഖുർആനിൽ കാണാൻ സാധിക്കും. അത്തരം ശിർക്കിന്റെ സകലങ്ങളിൽ നിന്നും ജീവിതത്തെ പരിശുദ്ധമാക്കിയാൽ മാത്രമേ ഒരു വ്യക്തിക്ക്, ഒരു മനുഷ്യന് തൗഹീദിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ സൂറത്ത് യൂസുഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ കുറിച്ചുള്ള ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. മനുഷ്യരിൽ അധികം ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല, ഇല്ലാ വഹും മുശ്രികൂൻ, പടച്ചവനിൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ എന്ന് പടച്ച റബ്ബ് ഒരു കുറ്റപത്രം പോലെ
മനുഷ്യനെതിരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നുണ്ട്. അധിക മനുഷ്യരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല പടച്ചവരിൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സിറാത്തുൽ മുസ്തഖീമിലൂടെ മുന്നോട്ട് പോകുന്നവരുടെ പ്രഥമ ഉപാധിയായിക്കൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വഴിയിൽ സഞ്ചരിക്കാൻ യോഗ്യത നേടുന്നവരുടെ ഒന്നാമത്തെ ഉപാധിയായിക്കൊണ്ട് അള്ളാഹു പറയുന്നത് അല്ലാ തുശ്രികൂ ബിഹി ശൈഅ, ശിർക്കിന്റെ സകലങ്ങളിൽ നിന്നും ജീവിതത്തെ പരിശുദ്ധമാക്കണം. വബിൽ വാലിദൈനി ഇഹ്സാന, രണ്ടാമത്തേത് സിറാത്തുൽ മുസ്തഖീമിലൂടെ മുന്നോട്ട് പോകാനുള്ള രണ്ടാമത്തെ നിബന്ധന വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കണം. പടച്ചവനോടുള്ള ബാധ്യതയ്ക്ക് ശേഷം, അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾക്ക് ശേഷം മാതാപിതാക്കളോടുള്ള ഏറ്റവും മനോഹരമായ ഉത്തമമായ സമീപനത്തെ കുറിച്ചുള്ള പരാമർശങ്ങൾ പരിശുദ്ധ ഖുർആനിൽ പലയിടത്തും ഒരുപാട് ഒട്ടനവധി ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ആലോചിച്ചു, തൗഹീദിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം, പടച്ചവനോടുള്ള മനുഷ്യന്റെ ബാധ്യതകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയതിനു ശേഷം പല സ്ഥലങ്ങളിലും അള്ളാഹുവിന്റെ കൽപ്പനകൾ ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. മാതാപിതാക്കളോടുള്ള സൽപെരുമാറ്റത്തെ സംബന്ധിച്ച് സൂറത്തുൽ ബഖറയിൽ 83-ാമത്തെ ആയത്തിൽ, സൂറത്തുൽ നിസായിലെ 36-ാമത്തെ ആയത്തിൽ, സൂറത്തുൽ ബനൂ ഇസ്രായേലിലെ 23-ാമത്തെ ആയത്തിൽ, സൂറത്തുൽ ലുഖ്മാനിലെ 14-ാമത്തെ ആയത്തിൽ ഇതിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളോടുള്ള ഏറ്റവും ഉത്തമമായ പെരുമാറ്റത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഹദീസുകൾ പരിശോധിച്ചാൽ ഒരുപാട് ഹദീസുകളിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലിനോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹി തആല, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട കർമ്മം ഏതാണ്? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് ഏതാണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖാല അസ്സലാത്തു അലാ വഖ്തിഹാ, നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുക എന്നതാണ് അള്ളാഹുവിന് അടിമകളിൽ നിന്നും ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ഖുൽതു, ഞാൻ ചോദിച്ചു, ഇബ്നു മസ്ഊദ് പറയാണ്, ഞാൻ ചോദിച്ചു, ഉമ്മ അയ്യു, പിന്നെ ഏതാണ് പ്രവാചകരെ? ഖാല ബിറുൽ വാലിദൈൻ, ബിറുൽ വാലിദൈൻ, മാതാപിതാക്കളോടുള്ള സൽപെരുമാറ്റമാണ്. ഖുൽതു ഉമ്മ അയ്യു, പിന്നെ ഏതാണ് പ്രവാചകരെ? ഖാല അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ത്യാഗ പരിശ്രമങ്ങളാണ്. ആ ഒരു പ്രയോറിറ്റി നമ്മൾ നോക്കണം. നമസ്കാരം കഴിഞ്ഞാൽ പടച്ചവന് ഏറ്റവും പ്രിയങ്കരമായ പ്രവൃത്തിയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുന്നത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ്. ഇത് വിശുദ്ധ ഖുർആനിന്റെ ആ ഒരു ആയത്തുകളുടെ ഒരു വിശദീകരണമായി കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള മനുഷ്യന്റെ എല്ലാ നന്മകളും നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യന്റെ എല്ലാ നന്മകളെയും നഷ്ടപ്പെടുത്തുന്ന 3 മഹാപാപങ്ങളെ കുറിച്ച്, മനുഷ്യൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ഒരുപാട് നന്മകൾ നമ്മൾ നേടുന്നുണ്ടല്ലോ, മനുഷ്യൻ ചെയ്യുന്ന സകല സൽക്കർമ്മങ്ങളുടെയും അടിവേരറുക്കുന്ന, അതൊക്കെ നിഷ്ഫലമായി പോകുന്ന 3 മഹാപാപങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. അതിലൊന്ന് അള്ളാഹുവിന് പങ്കുകാരെ കൽപ്പിക്കലാണ്. രണ്ടാമതായി ഇത് പറഞ്ഞത് മാതാപിതാക്കളുടെ അവകാശങ്ങൾ ഹരിക്കലാണ്, നിഷേധിക്കലാണ്. മൂന്നാമതായി സൂചിപ്പിച്ചത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടലാണ്. അവിടെ നമ്മൾ ആ 3 പ്രയോറിറ്റി പ്രവാചകൻ പഠിപ്പിക്കുന്ന നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. നമ്മൾ ആലോചിക്കണം, വാർദ്ധക്യം പ്രാപിച്ച മാതാപിതാക്കൾ, അല്ലെങ്കിൽ അവരിൽ ആരെങ്കിലും ഒരാൾ, 2 പേരും അല്ലെങ്കിൽ അവരിൽ ആരെങ്കിലും ഒരാളോ വാർദ്ധക്യത്തിലെത്തിയിട്ട്, അങ്ങനെ ഒരാൾക്ക് വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളോ അല്ലെങ്കിൽ അവരിൽ ആരെങ്കിലും ഒരാളോ ഉണ്ടായിട്ടും അവര് മുഖേന സ്വർഗം സമ്പാദിക്കാൻ ഒരു മകൻ അല്ലെങ്കിൽ മക്കൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അവരെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവർക്ക് നാശമെന്നാണ്. അത് 3 തവണ, അവർക്ക് കടുത്ത പരാജയം എന്ന് 3 തവണ റസൂലുള്ളാഹി ആവർത്തിക്കുകയാണ്. മറ്റൊരു സന്ദർഭത്തിൽ ഒരു സഹാബി വന്നുകൊണ്ട് റസൂലിനോട് യുദ്ധത്തിന് പോകാൻ അനുവാദം ചോദിക്കുന്നുണ്ട്. അപ്പൊ റസൂൽ അദ്ദേഹത്തോട് വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുന്നു. വീട്ടിൽ പ്രായമായ മാതാപിതാക്കളുണ്ട് എന്ന് മറുപടി പറയുമ്പോൾ റസൂലുള്ളാഹി ആ സഹാബിയോട് പറയുന്നത്, ഫജാഹിദു ഫീഹിമാ, എന്നാൽ നീ വീട്ടിലേക്ക് പോകും, നിന്റെ ജിഹാദ് അവർക്ക് വേണ്ടിയാണ്. മാതാപിതാക്കളുടെ തൃപ്തി നേടാതെ, മാതാപിതാക്കളുടെ തൃപ്തി സമ്പാദിക്കാതെ സ്വർഗത്തിന്റെ സുഗന്ധം ആസ്വദിക്കാൻ കഴിയുമെന്ന് ഒരാളും ധരിച്ചു വെക്കാൻ പാടില്ല. മാതാപിതാക്കളുടെ തൃപ്തി നേടാത്ത അവസ്ഥയിൽ ഈ ദുനിയാവിനോട് വിട പറഞ്ഞാൽ സ്വർഗത്തിന്റെ 4 അയലത്ത് പോലും എത്താൻ സാധിക്കുമെന്ന് ഞാനും നിങ്ങളും കരുതിയിട്ട് കാര്യമില്ല. പടച്ചവന്റെ തൃപ്തി, അള്ളാഹുവിന്റെ റിള മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. പടച്ചവന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ്. പുതിയ കാലത്ത് വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കൾ മധ്യവയസ്കരായ മക്കൾക്ക് ഭാരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്.
സത്യവിശ്വാസികൾ എന്ന നിലക്ക് മനോഹരമായ കുടുംബ ജീവിതത്തിന്റെ മാതൃക സമൂഹത്തിന് സമ്മാനിക്കാൻ ഈ കുടുംബഘടന തന്നെ അമ്പേ താറുമാറായ ഒരു കാലഘട്ടത്തിൽ മാതാപിതാക്കളോടുള്ള മക്കളുടെ സമീപനത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, എന്തിനധികം മാതാപിതാക്കളുടെ സ്വത്ത് നേടിയെടുക്കാൻ വേണ്ടി പ്രായമെത്തിയ മാതാപിതാക്കളെ അറുകൊല ചെയ്യാൻ മടിക്കാത്ത അത്രയും ഭയാനകമായ ഒരു പൈശാചിക കാലത്ത് ഇസ്ലാമിനെ പ്രതിനിധീകരിക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ടവർ എന്ന നിലക്ക് ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ കുടുംബ ജീവിതത്തിന്റെ മനോഹരമായ മാതൃക സമൂഹത്തിന് സമ്മാനിക്കാൻ സാധിക്കണം. മുഅ്മിനുകൾക്ക് മാതാപിതാക്കളുടെ അവരുടെ ബാധ്യതകൾ അവർക്ക് തൃപ്തികരമായ വിധത്തിൽ നിർവഹിക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക, ഏർപ്പാടുണ്ടാക്കുക, അവർക്ക് വസ്ത്രത്തിന് ഏർപ്പാടുണ്ടാക്കുക, അവർക്ക് കിടന്നുറങ്ങാൻ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു വെട്ടിട്ട് കൊടുക്കുക. അങ്ങനെയല്ല, മാതാപിതാക്കളുടെ ബാധ്യതകൾ അവർക്ക് തൃപ്തികരമായ വിധത്തിൽ നിർവഹിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മെ സംബന്ധിച്ച് നമ്മുടെ മാതാപിതാക്കൾ തൃപ്തിപ്പെട്ട അവസ്ഥയിലാണോ അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നതും അവർ പടച്ചവനിലേക്ക് മടങ്ങുന്നതും എന്ന് നമ്മൾ കരുതിയിരിക്കണം. സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിക്കാനുള്ള രണ്ടാമത്തെ നിബന്ധനയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചതാണ്. 7 എണ്ണം ബാക്കിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്തെങ്കിൽ തുടർന്നുള്ള ആഴ്ചകളിൽ ആ സിറാത്തുൽ മുസ്തഖീമിന്റെ മറ്റു നിബന്ധനകളെ കുറിച്ച് കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും.